കോടതിയിൽ നടന്ന സംഭവങ്ങളൊന്നുകൂടി വിശദീകരിക്കാം. കേൾക്കാമോ? ഒരുപക്ഷെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് കോടതിക്കകത്ത് ഈ 11 മണിയോടുകൂടി ജില്ലാ ജഡ്ജി ഹണി എം വർഗീസ് ഈ കോടതിയിൽ ഹാജരാകുന്നു. കോടതിയിൽ കൃത്യമായി തന്നെ വിധി പ്രസ്താവത്തിലേക്ക് പോകുന്നു. തുടക്കം മുതൽ 1 മുതൽ 6 വരെ പ്രതികളുടെ അക്കമിട്ട് അവർക്കെതിരെ ചുമത്തിയ ഗൂഢാലോചന, ബലാത്സംഗം, അതോടൊപ്പം തന്നെ ഒരു സ്ത്രീയുടെ അഭിമാനത്തെ ക്ഷതമേൽപ്പിക്കൽ, അവരെ തടഞ്ഞുവെക്കൽ, വാഹനത്തിനകത്ത് തട്ടിക്കൊണ്ടുപോകൽ, ഇത്തരം 1-ാം പ്രതി പൾസർ സുനി മുതൽ 6-ാം പ്രതി പ്രദീപ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഓരോ വകുപ്പുകളും പ്രത്യേകമായി തന്നെ കോടതി പരാമർശിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് 7, 8, 9, 10 ഈ 4 പ്രതികളുടെ കാര്യത്തിൽ കോടതി കൃത്യമായി തന്നെ ഒരു കാര്യം കൂടി, അതായത് ചുമത്തിയ വകുപ്പുകൾ നിലനിൽക്കില്ല എന്ന് കണ്ട് അവരെ വെറുതെ വിടുകയാണ് എന്നാണ് പറഞ്ഞത്. അത് ഒരുപക്ഷെ ആ സമയത്ത് ഞാൻ ആ കോടതി മുറിയിൽ നിൽക്കുമ്പോൾ ഞാൻ കേട്ടത് അത് പറയുമ്പോൾ 8-ാം പ്രതി അക്യൂസ്ഡ് 8 നോട്ട് ഗിൽറ്റി എന്ന് ജഡ്ജി പറയുന്ന സമയത്ത് കോടതി മുറിയിൽ അഭിഭാഷകരുടെ ഭാഗത്ത് നിന്ന് ഒരു എക്സൈറ്റ്മെന്റിന്റെ ഒരു ശബ്ദം, അത് എനിക്ക് തോന്നുന്നു ദിലീപിന്റെ അഭിഭാഷകരുടെ വലിയ ഒരു പട തന്നെ കോടതി മുറിക്കകത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം പിന്നീട് ജഡ്ജി ഇംഗ്ലീഷിൽ കഴിഞ്ഞ് മലയാളത്തിൽ കൂടി ഒരു ഉത്തരവ് പറയുന്നു. അതിനുശേഷം ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികളെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവരെ ജയിലിലേക്ക് മാറ്റി. കോടതി തന്നെ പറയുന്നുണ്ട് അവരുടെ ജാമ്യ കാലാവധി കഴിഞ്ഞ ശേഷം പിന്നീട് അവരെ കസ്റ്റഡിയിലെടുക്കണം, പോലീസിന് നിർദ്ദേശം കൊടുക്കുന്നു, കസ്റ്റഡിയിലെടുക്കണം, അവരെ ജയിലിലേക്ക് മാറ്റണം. 12-ാം തീയതി കോടതി വിധി പറയാം എന്ന് പറയുകയും ചെയ്യുന്നു. അതിനർത്ഥം ഇപ്പോൾ അവരുടെ ഈ പ്രതികൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അവരുടെ ശിക്ഷ സംബന്ധിച്ച്. കാര്യം അവരുടെ കുറ്റം തെളിഞ്ഞു കഴിഞ്ഞു. ഇനി ശിക്ഷ വിളിക്കുന്നതിന് മുമ്പ് നിയമപരമായി, ഭരണഘടനാപരമായി അവർക്കുള്ള റൈറ്റ്സ് ഉണ്ട്. പ്രതികൾ ആണെങ്കിൽ പോലും, കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ പോലും അവരുടെ ഭാഗം കൂടി കേട്ട ശേഷമായിരിക്കും അന്തിമ ശിക്ഷാവിധിയിൽ കോടതി ഒരു തീരുമാനമെടുക്കും. അതിനുവേണ്ടിയാണ് ഇപ്പോൾ 12-ാം തീയതിക്ക് കേസ് മാറ്റിയിരിക്കുന്നത്. അന്ന് വേറൊരു ദിവസത്തേക്ക് പിന്നീട് ഒരു അഡ്ജേൺമെന്റ് ഉണ്ടായിരിക്കില്ല, മാറ്റിവെക്കില്ല എന്ന് കോടതി കൃത്യമായി തന്നെ ഇതിനൊപ്പം തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം മലയാളത്തിലും ഇംഗ്ലീഷിലും കോടതി പ്രത്യേകമായി തന്നെ പറഞ്ഞു. ആ വിധിപ്പകർപ്പ് ഞാൻ മനസ്സിലാക്കുന്നത് വലിയ ഒരു വിധിപ്പകർപ്പായിരിക്കും. കുറെ അധികം പേജുകളുള്ള ഈ കൺക്ലൂഷനിലേക്ക് ജഡ്ജി എത്തിയ കുറെ സർക്കംസ്റ്റാൻസസ് കൃത്യമായി തന്നെ മെൻഷൻ ചെയ്ത് എന്ത് നിലപാട് കൊണ്ടാണ് കോടതി അത്തരമൊരു ഈ 6 പേരെ ശിക്ഷിക്കുകയും അല്ലെങ്കിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും മറ്റു 4 പേരെ വെറുതെ വിടുകയും ചെയ്യുന്ന ഒരു നടപടികളിലേക്ക് എത്തിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ പ്രസക്തമായി അതിനകത്ത് ഉണ്ടാകും. അതുകൂടി കിട്ടിക്കഴിഞ്ഞാൽ കുറെ കൂടി ഇപ്പോൾ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രോസിക്യൂഷൻ ഭാഗം ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പോകുമെന്ന് പറയുന്നു. പക്ഷെ അവർക്കും ഈ വിധിപ്പകർപ്പ് ലഭ്യമായ ശേഷം മാത്രമേ അത്തരം ഒരു നടപടിയിലേക്ക് പോകാവൂ. കാര്യം ഇതിനകത്തുള്ള വിധിപ്പകർപ്പിലെ അല്ലെങ്കിൽ വിധിക്കകത്തുള്ള പിഴവുകൾ അക്കമിട്ട് നിരത്തി വേണം കോടതിയെ സമീപിക്കാൻ, അല്ലെങ്കിൽ അത് അവിടെ നിലനിൽക്കില്ല, സസ്റ്റെയിൻ ചെയ്യില്ല. അതുകൊണ്ട് നിയമപരമായ നടപടിയിലേക്ക് പോകണമെങ്കിൽ ആ വിധിപ്പകർപ്പ് വേണ്ടിവരുമെന്നൊരു കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അതുകൂടി ലഭ്യമായ ശേഷം പ്രോസിക്യൂഷൻ എന്തായാലും കൃത്യമായി ബന്ധപ്പെട്ട ആളുകൾ ഹൈക്കോടതിയിലേക്ക് പോവുകയാണ്. സ്റ്റേറ്റ് തന്നെ അപ്പീൽ പോകുമെന്ന് മന്ത്രി പി രാജീവ് നിയമമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അതിനർത്ഥം അതിജീവിതയ്ക്ക് വേണമെങ്കിൽ അത്തരമൊരു നിലപാട് എടുക്കാതിരിക്കാം. പക്ഷേ അതിജീവിത എന്ത് നിലപാടെടുക്കുന്നോ അതിനോടൊപ്പം സ്റ്റേറ്റ് നിൽക്കുമെന്നൊരു മുൻകൂട്ടി സംസ്ഥാനം പറയുകയാണ്. സംസ്ഥാനം എന്നും അതിജീവിതയ്ക്കൊപ്പമാണ് നിന്നിട്ടുള്ളത് എന്നുകൂടി മന്ത്രി പറയുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ അത്തരമൊരു നിയമ നടപടികൾ തുടരുമെന്നൊരു കാര്യത്തിൽ സംശയമില്ല. അതിജീവിത എന്ത് നിലപാടെടുക്കും എന്നതിന് കൂടി ആശ്രയിച്ചിരിക്കും. പക്ഷെ സംസ്ഥാനത്തിന് സ്വന്തം നിലയ്ക്ക് പ്രോസിക്യൂഷൻ എന്നുള്ള നിലയ്ക്ക് സ്റ്റേറ്റിന് അപ്പീൽ പോകാനുള്ള നിയമപരമായ സാധ്യതയുണ്ട്, സാധുതയുണ്ട്, അതിന് ലീഗൽ വാലിഡിറ്റി ഉണ്ട്. എന്തായാലും ഈ കേസ് ദിലീപിനെ അല്ലെങ്കിൽ ദിലീപിന്റെ അനുബന്ധ സുഹൃത്തുക്കളെ ഒക്കെ വെറുതെ വിട്ടെങ്കിൽ പോലും 4 പ്രതികളെ വെറുതെ വിട്ടെങ്കിൽ പോലും അതിനുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിക്കാം. ഒപ്പം തന്നെ അഭിഭാഷക മിനി പ്രതികരിച്ചത്, അതിജീവിതയുടെ അഭിഭാഷക മിനി പ്രതികരിച്ചത് ഇപ്പോൾ അവർ ഒരു കമന്റിന് തയ്യാറല്ല. കാര്യം എന്താണ് വിധി എന്ന കാര്യം കൃത്യമായി തന്നെ പകർപ്പ് ലഭ്യമാകണം. അത് മാത്രമല്ല ശിക്ഷ എന്താണെന്ന് കൂടി അറിഞ്ഞാൽ ചിലപ്പോ ഈ കുറ്റങ്ങൾ ഇങ്ങനെ തെളിയിക്കപ്പെട്ടെങ്കിൽ പോലും അതിന് കോടതി എന്താണ് ശിക്ഷ വിധിക്കുന്നത് എന്നൊരു കാര്യം കൂടി വളരെ പ്രസക്തമാണ്. അത് കഴിഞ്ഞ ശേഷമാണ് അവർ തീർച്ചയായും ആ കാര്യങ്ങൾ കൂടി കോടതിയിൽ ഉന്നയിക്കാൻ പോകുന്നതെന്ന് ആ വരികൾക്കിടയിൽ വായിക്കാൻ കഴിയണം. ഗൂഢാലോചന നടത്തിയതെന്ന ചോദ്യം അവിടെ നിൽക്കുകയാണെന്ന്